അപ്പം അടിപൊളിയായിട്ടാണ് മത്സരങ്ങളൊക്കെ ഓരോ വേദിയിലും പുരോഗമിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മോഹിനിയാട്ടം കണ്ടു അല്ലെ ബ്രൈദ? ഇനി നല്ലൊരു അടിപൊളി അറബനമുട്ടെന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും കാണാം. അതിന്റെ കൂടുതൽ വിശേഷങ്ങളും അറിയണം. സജോ ദേവസ്യുണ്ട് അല്ലേ? യെസ്, സജോ ദേവസ്യുണ്ട്. പാളയം സെന്റ് ജോസഫ് സ്കൂളിലാണെന്ന് തോന്നുന്നു. സജോ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. ഞാൻ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് HSS സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. അറബനമുട്ട് മത്സരം യഥാർത്ഥത്തിൽ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് വേദിയിൽ. അതായത് ശരിക്കും മലബാറിലെ വളരെ ജനകീയമായ തനത് കലാരൂപം, മലബാറിൻ്റെ തനത് കലാരൂപം എന്നാണ് പൊതുവെ നമ്മൾ അറബനമുട്ട് വിളിക്കുന്നത്. നമുക്ക് വേദിയിലെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ മിടുക്കരായ കലാകാരന്മാരുടെ സൂപ്പർ പെർഫോമൻസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് പുരോഗമിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ദഫ്മുട്ട്, ഒപ്പന, അറബനമുട്ട്, അങ്ങനെ ധാരാളം കലാരൂപങ്ങളുണ്ട്. അതിൽ അറബനമുട്ടിന് സവിശേഷമായ ചടുലമായ താളങ്ങളുള്ള ഒരു കലയാണത്. ഈ യഥാർത്ഥത്തിൽ കലോത്സവത്തിൻ്റെ ഭാഗമായപ്പോൾ കൂടുതൽ ജനകീയമായി എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതിൻ്റെ മുട്ട്, താളം, അതിൻ്റെ മെയ്വഴക്കം, ഇതൊക്കെയാണ് അതിൽ അതിശക്തമായ മത്സരം. പ്രത്യേകിച്ച് മലബാറിലെ സ്കൂളുകൾ തമ്മിൽ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. അതിൽ കാഴ്ചക്കാരും കാണികളും പൊതുവെ ധാരാളമുള്ള ഒരു മത്സരം കൂടിയാണ്. ജനകീയ ഐറ്റങ്ങൾ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ദഫ്മുട്ടാണെങ്കിൽ ദഫ്മുട്ടിൽ വ്യത്യസ്തമായത് അറബന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാദ്യോപകരണമാണ്. ദഫും സമാനമായ രീതിയിൽ തന്നെ വാദ്യോപകരണമാണ്. അങ്ങനെ ആ വാദ്യോപകരണം എന്നതിൽ പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട്. ഒപ്പം താളങ്ങളിൽ, പാട്ടിൽ, മെയ് വഴക്കങ്ങളിൽ ഒക്കെ വലിയ സവിശേഷതകളുള്ള കലാരൂപം എന്ന നിലയ്ക്ക് ധാരാളം ആരാധകരുള്ള മലബാറിൽ ആദ്യകാലത്ത് അത് വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി കൂടിയുള്ള ഒരു പ്രകടനം എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ കൂടി കാണേണ്ട ഒന്നാണ്. അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത എന്നൊക്കെ നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ ആയിട്ട് അതിൻ്റെ പരിശീലകർ ഒക്കെ കൂടിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ കുറേ കലാകാരന്മാരൊക്കെ കഴിഞ്ഞ് നിൽപ്പുണ്ട്. അതായത് ഈ അറബനമുട്ട് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത? അതായത് താളം, മുട്ട് എന്ന് തന്നെയാണല്ലേ? അതല്ലേ പ്രധാനമായിട്ടും പറയുന്നത്? അല്ലെങ്കിൽ പറഞ്ഞോ, അതാ അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ അങ്ങനെ അതാണല്ലേ നിങ്ങളുടെ മത്സരം കഴിഞ്ഞു? മത്സരം കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ഏതാ സ്കൂൾ ഏതാ? നമ്മൾ മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കോഴിക്കോട് നിന്നാണ്. മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കോഴിക്കോട് നിന്ന്. അതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മത്സരം കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് കലാകാരന്മാരൊക്കെ ചേരുന്നുണ്ട്. ഇവരുടെ മത്സരം, നിങ്ങളുടെ മത്സരം കഴിഞ്ഞല്ലേ? നന്നായി നന്നായി പരിപാടി. നിങ്ങളുടെ സ്കൂളെന്ന് പറ. സ്കൂളെന്ന് പറഞ്ഞു. മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ. മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കോഴിക്കോട് മർക്കസ് എന്നാണ്. കോഴിക്കോട് മത്സരം നമ്മുടെ മലബാറുകാരാണ് കേട്ടോ. മലബാറുകാർ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇവരുടെ ഗുരു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരൊന്ന് പറയാം നമുക്കേ. എല്ലാവർക്കും അർബനമുട്ടിന്റെ സവിശേഷതകൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയെന്താ? തീർച്ചയായിട്ടും ഒരു ചടുലമായ താളത്തോടു കൂടിയാണ് അറബന അവതരിപ്പിച്ച് വരാറുള്ളത്. സൂഫി അപദാനങ്ങളാണ് ഇതിൽ പാടി വരാറുള്ളത്. നമ്മുടെ ഈ ടീം ഒരു ഹാട്രിക്കാണ്. 3 വർഷം അടുപ്പിച്ചിട്ട് ജില്ലയെ പ്രതിനിധീകരിച്ച് വരുന്ന മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ ടീമാണ്. ഇപ്രാവശ്യം പിടിക്കും. ഈ മുട്ട് അതാണല്ലേ, താളം, അതിന്റെ അതൊക്കെയാണ് ഈ അറബന എന്ന് പറയുന്ന. തീർച്ചയായിട്ടും വരുന്നത് മർക്കസ് എന്നാണെങ്കിൽ നമ്മളെന്തായിരിക്കും? പിടിച്ചിരിക്കും അല്ലേ? ഉറപ്പല്ലേ? ആവേശം. അതായത് ഈ അങ്ങനെയുള്ള മത്സരങ്ങൾ ഇങ്ങനെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. താരങ്ങളൊക്കെ അവരുടെ ആത്മവിശ്വാസം, മികച്ച പ്രകടനമൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. മലബാറിന്റെ തനത് കലാരൂപം എന്ന നിലയ്ക്ക് ധാരാളം ആരാധകരുള്ള മത്സരം കൂടിയാണ്. അത് പുരോഗമിക്കുകയാണ്. അങ്ങനെ ശരി, അതാണ് അറബനമുട്ടിന്റെ വിശേഷങ്ങൾ. സജോ ദേവസ്യാണ് വേദിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ സാധാരണ ആദ്യത്തെ ദിവസം അത്രയധികം നൃത്തയിനങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഇത് എല്ലാ വേദികളിലും നൃത്തയിനങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം സംസ്കൃതോത്സവം, അറബി കലോത്സവം എല്ലാം നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മൾ ഇനിയും വരും അല്ലേ? അതെ, അപ്പം ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഓരോ വേദിയിലെയും കാഴ്ചകൾ അടിപൊളിയായിട്ട് പ്രേക്ഷകരിൽ എത്തും. അതിനോടൊപ്പം തന്നെ ഈ കൂടുതൽ കലാകാരന്മാരെ ആഴത്തിൽ അറിയാൻ വേണ്ടി 24 പ്രത്യേക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്.